Hello, good morning. Good morning, ma'am. Morning, Good ma'am. morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. പിള്ളേരെ കുറയ്ക്കാൻ പാടായിട്ടില്ല നമ്മള്. തുടങ്ങുമ്പോ എത്ര ഉണ്ടാവാറുള്ളോ പിള്ളേര്? 40, അല്ല മാം 80 above ഉണ്ടാവും. 80 above ഉണ്ടാവും. കുറച്ചേരം കഴിയുമ്പോഴേക്കും 80 above ആകുക, ഐ തിങ്ക് അല്ലേ? അതെ. തുടക്കം ഇല്ലാത്ത ആളുകളായിരിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? സുഖാണോ? എല്ലാവർക്കും ക്ലാസ്സുകളെ സംബന്ധിക്കുന്ന സൗഖ്യവും കൂടി അവിടെ ചോദിക്കുന്നത്. ക്ലാസ്സുകളൊക്കെ ഹാപ്പി ആയിട്ട് പോകണ്ട? ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല? പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടായോ? ഇല്ലേ, ഉണ്ടതില്ലല്ലോ. കുറെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ കുറെയൊക്കെ നമ്മള് കറക്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓക്കെ ആണോ എന്നാണ് എന്റെ ചോദ്യം. ഒരു യെസ് ഒരുമിച്ചൊന്നും പറഞ്ഞേ. ഞാൻ വാൾ മ്യൂട്ട് കൊടുത്തിട്ടില്ലല്ലോ. ആരുമില്ല പറയാ. കുറച്ച് ഫാസ്റ്റ് ആണെന്നത് ഒഴിച്ചാൽ കുഴപ്പമില്ല. കുറച്ച് താമസിച്ചു മീൻസ് ചില ടീച്ചേഴ്സ് ഒക്കെ ഫാസ്റ്റിലാണ് എടുത്തു പോകുന്നത്. അപ്പൊ മുമ്പ് നമുക്ക് കിട്ടുന്ന ക്ലാസ്സിനെ സംബന്ധിച്ച് ഇപ്പോ ഫാസ്റ്റ് ആകുമ്പോ നമുക്കത് ക്യാച്ച് ചെയ്യാനൊരു അപ്പൊ എന്താ പറഞ്ഞ നിങ്ങള് കുറച്ച് സ്പീഡിൽ പോകുന്നെന്നാണ് പറയണേ. ടീച്ചേഴ്സ് സ്പീഡിൽ പോകുന്നു എന്നാണ് പറയണേ. അതെ അതെ, എല്ലാവരും അതെ മാം, കുറച്ച് സ്പീഡാണ്. എല്ലാവരും അല്ല, എല്ലാവരും ഇല്ല. രമ്യ മാം ഒന്നും കുഴപ്പമില്ല. ട്രീസ മാമും ഓക്കെയാണ്. ഓക്കെ, പിന്നെ ഇംഗ്ലീഷൊക്കെ ഓക്കെ ആയോ? ഇംഗ്ലീഷ് മിസ് നമ്മളോട് ഇന്ററാക്ഷൻ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമുക്കത് ഒരുപാട് ഇതാണ്, നല്ലതാണ്. അത് ഇന്ററാക്ഷൻ ആണ്. അത് ഇന്ററാക്ഷൻ ചെയ്തിട്ട് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആക്കിയതാ. ഇവിടെ ഇന്ററാക്ഷൻസ് ഇല്ലാത്തതിന്റെ കാരണം പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ്. അപ്പൊ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് ഇവിടെ നിന്ന് നിർദ്ദേശം കൊടുത്തിട്ടാണ് അവരത് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറെ പേരുകൾ കംപ്ലൈന്റുകൾ പറഞ്ഞതുകൊണ്ട് അവർക്ക് എന്താ പറയാ, റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ഈ റെക്കോർഡഡ് ക്ലാസ്സിൽ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അവരതൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദാറ്റ് മീൻസ് ഈ പറയുന്ന പോലെ സൗണ്ട് വരും, അല്ലെങ്കിൽ അവർക്ക് അത് ക്ലിയർ ആവുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാറ്റി നമ്മൾ ഇവിടെ നിന്ന് ഓൾ മ്യൂട്ട് കൊടുത്ത്. പക്ഷേ എങ്കിലും ലാസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ മനസ്സിലാകാത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തന്ന് മനസ്സിലാക്കി വിടുന്നേ. അപ്പൊ അങ്ങനത്തെ പ്രശ്നമുണ്ട്. അല്ലാതെ ഓക്കെ. അപ്പൊ ട്രീസ മേഡം പതുക്കെയാണ് പോകുന്നേ, രമ്യ മിസ് പതുക്കെയാണ് പോകുന്നേ, പിന്നെ ഞാൻ പതുക്കെന്നല്ല, അവരൊക്കെ നോർമലി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ നമ്മൾ ചോദിച്ചാ പിന്നെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല ഇതില് മനസ്സിലാക്കി തന്നിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ എടുത്തു പറയണം, അങ്ങനെയാണെങ്കിൽ അതങ്ങനെ ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അത് ഞങ്ങൾക്ക് അറിയില്ലേ? പറയും. അങ്ങനെ പറയുമ്പോ എത്ര ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്? മാം ആദ്യമേക്ക് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ നമുക്ക് അതുമായിട്ട് അങ്ങ് ഫോളോ ചെയ്തപ്പോ എല്ലാവർക്കും നോർമൽ ആയിട്ട് പോയി. ഇപ്പൊ അൺമ്യൂട്ട് ആയപ്പോ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു.
മ്യൂട്ട് ചെയ്തതുകൊണ്ട് അതാണ് ഈ പറയുന്നത്. അത് അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നുകൂടി ഒന്ന് ചോദിച്ചു. നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോലെയല്ലോ മെസ്സേജ് അയക്കുമ്പോൾ ടീച്ചർമാർക്ക് അത് അതിന്റെ ഇടയ്ക്ക് മെസ്സേജ് നോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. പഠിപ്പിക്കുന്നതിന്റെ രീതിയിലാകുമ്പോൾ നമുക്ക് ഒരാൾ ചോദിക്കുമ്പോൾ അതിൻ്റെതായ ഒരു റിപ്ലൈ ഉടനെ തന്നെ കൊടുക്കാം. പക്ഷെ മെസ്സേജ് ആയിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പം ടീച്ചേഴ്സ് അത് ശ്രദ്ധിക്കാതെ പോകുന്നു. അവരുടെ കുറ്റമല്ല, ഈ പഠിപ്പിക്കുന്നതിന്റെ രീതിയിൽ ഇങ്ങനെ ഫ്ലോയിൽ പോകുമ്പോൾ അവർക്കത് നോക്കാനുള്ള ബുദ്ധിമുട്ട് അവരുടെ തെറ്റല്ല. ഓക്കെ, അപ്പൊ അതിനുള്ള പരിഹാരമാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇങ്ങനെയുള്ള ഒരു കംപ്ലൈന്റുകൾ, അതായത് നമ്മൾ ഓൾ മ്യൂട്ട് കൊടുക്കാതെ നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നപ്പോ ഇടയ്ക്കിന്ന് കയറുന്നവരില്ലേ, ഇത് ഇപ്പൊ സ്റ്റിൽ ഇപ്പൊ എത്ര പേരുണ്ടെന്ന് ഞാൻ പറയട്ടെ, 63 ഉണ്ട്, 63 പേരുണ്ട്. ക്ലാസ്സിന്റെ ഒരു ഹാഫ് പോർഷൻ ആകുമ്പോൾ നമുക്ക് എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീനിൽ അവര് കയറുന്നുണ്ട്. പെട്ടെന്ന് അവർ കയറുമ്പോൾ അവര് ജോയിൻ ആകുമ്പോൾ അപ്പൊ തന്നെ വിതിൻ ആ സെക്കൻഡ്സിൽ അവർക്ക് അത് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അപ്പൊ അവര് കയറുമ്പോഴേക്കും അത് മ്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക് വരും. അപ്പൊ ഈ ഓൾ മ്യൂട്ട് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ ജോയിൻ ചെയ്താലും അവിടെ സൗണ്ട് ബ്രേക്ക് ആകുന്നില്ല. അപ്പൊ അതുകൊണ്ടുള്ള സജഷൻ ആണ് ഇങ്ങനെ ഞങ്ങളോട് എല്ലാവരും മ്യൂട്ട് ചെയ്ത് ക്ലാസ്സുകൾ എടുക്കാൻ പറയുന്നത്. പിന്നെ ചില നിങ്ങൾ പറയുന്നതിന്റെ കാര്യങ്ങൾ മനസ്സിലാകാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ മനസ്സിലാക്കി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്നറിയോ, അതായത് ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്. ചില ചാപ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും എന്നറിയാമോ, ഈ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ചില കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചില ഫങ്ഷൻസ്, ചില ഒബ്ജക്റ്റീവ്സ്, ചില കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അങ്ങനത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ വായിച്ചു നോക്കി മനസ്സിലാക്കുകയും വേണം. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ്സ് ആണല്ലോ ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അത് നമുക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന രീതിയിലുള്ള ഡിസീസസിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് ഇന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ക്യൂർ ചെയ്യാം എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. പക്ഷെ ചില പോർഷൻസ് അങ്ങനെ പറ്റില്ല. അതിൻ്റെതായ കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ പറയുന്നതിൽ നിന്ന് എനിക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം അതാണ്. കാരണം ഇവരൊക്കെ ഇത്രയും ക്ലാസ്സസ് ക്യാരി ഓൺ ചെയ്തു പോയതാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ അറിയാം. ഇപ്പൊ നിങ്ങൾ 6th ബാച്ചാണ്, നമ്മൾ EHA തുടങ്ങിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയിട്ട് 6th ബാച്ചിലെ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്കറിയാലോ 5 ബാച്ചസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതും അതുപോലെ ഓൺ ഗോയിങ്ങിലും ഉള്ളവരാണ്. അവരൊക്കെ ഇതുവരൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നതോറും അവര് എന്താ പറയാ, നമ്മളിപ്പോ ഒരു കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളതിൽ എഫിഷ്യന്റ് ആകും. തീർച്ചയായിട്ടും അവർ എഫിഷ്യന്റ് ആണ് ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ താഴേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ചില പോർഷൻസ് അങ്ങനെയുള്ളത് കൂടി ഉണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ചില പോർഷൻസ് നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്തും കണക്ട് ചെയ്തൊക്കെ പറയാനും പറ്റും, ചിലത് പക്ഷെ പറ്റില്ല എന്നാണ്. അപ്പൊ സ്പീഡ് കൂടുതൽ ഉണ്ടോ എന്ന് എനിക്ക് അങ്ങനെ പിന്നെ തന്നെ അല്ല, സ്പീഡ് കൂടുതലുണ്ടെങ്കിലും അവര് വീണ്ടും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവര് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? അതില്ലേ പറയേ. സ്പീഡ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ, ചില ആളുകളുടെ സംസാര രീതി അങ്ങനെയാണ്. ചിലർ ഭയങ്കര ഇങ്ങനെ സംസാരിച്ച ആ ഒരു ആവേശം മൂത്ത് ഇടയ്ക്ക് സ്പീഡായി പോകും. ഞാനും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഞാനിപ്പോ സംസാരിച്ച് നമ്മളിങ്ങനെ വരുമ്പോ അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാല് മിസ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറഞ്ഞു തരുന്നുണ്ട്. അത് കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാ ഞാൻ അതാ ചോദിക്കണേ. ചില ആൾക്കാര് കാര്യങ്ങൾ സംസാരിക്കുമ്പോ അവരിങ്ങനെ പറഞ്ഞു വരുമ്പോ സ്പീഡായി പോകും. അത് ഓരോരുത്തരുടെ സ്ലാങ് ആയിരിക്കാം, അല്ലെങ്കിൽ അതങ്ങനെയാണ്, അത് ബൈ നേച്ചർ അങ്ങനെ ആയിരിക്കാം. ചിലര് ഭയങ്കര സാവധാനത്തില് ഇങ്ങനെ പറയും, ലാഗ് ചെയ്യുന്ന പോലെയും പറയും ചിലര്. പല രീതിയിലാണ്. നമ്മൾ എല്ലാവരും ഒരേ വേ ഓഫ് ടോക്കിംഗ് അല്ലല്ലോ, അല്ലേ? വല്ലാണ്ട് സ്ലോ ആയി പോയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര സ്ലോ ആയാലും ബുദ്ധിമുട്ടാണ്. ഒരു ലാഗ് ഫീൽ ചെയ്യൂലേ? അങ്ങനെ ചെയ്യില്ലേ? തോന്നാറുണ്ട് ചില കാര്യങ്ങളില്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ സ്പീഡ് ഉണ്ടെങ്കിലും അത് 2 or 3 times I think they are repeating the same thing. അവർ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിലും പറയുന്നത് ഇത്തിരി സ്പീഡിലാണെങ്കിലും 2-3 പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുന്നുണ്ട് സെയിം കാര്യങ്ങൾ തന്നെ.
ആഫ്റ്റർ ഓൾ ലാസ്റ്റ് നിങ്ങളോട് ഇതെല്ലാം മനസ്സിലായി എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്. അവിടെ നിങ്ങൾ പറയുന്നില്ല അയ്യോ ടീച്ചർ അത് മനസ്സിലായില്ല, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അത് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകുന്നത് അല്ലേ? അടുത്ത പോർഷനിലേക്ക് ഞാൻ പോകുന്നത് അങ്ങനെയല്ലേ? എന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ, പറയാതെ ചില ആള് ചിലപ്പോ ചിലത് സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് തോന്നും, ആണോ? അതെ, ഒരെണ്ണം പറഞ്ഞു, ഒരു ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തു. അതിനകത്ത് കൂടി അവിടെ പോയ കാര്യം അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം അവിടെ ഇങ്ങനെ സംഭവിച്ച കാര്യമൊക്കെ നമ്മൾ എക്സാമ്പിൾസിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി അത് കുറച്ച് സ്പീഡില് ഇങ്ങനെ പറയുമ്പോ അങ്ങനെ ഒരു ആവേശം അങ്ങനെ പറയെങ്കിലും അടുത്ത വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മോളിൽ നിന്ന് തുടങ്ങി വീണ്ടും പറഞ്ഞു. ആഫ്റ്റർ ഓൾ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളോട് ക്ലിയർ ആയോ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലായോ, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ വിരലൊക്കെ എടുത്ത് കയ്യും കാലൊക്കെ എടുത്തൊക്കെ പറഞ്ഞൊക്കെ തന്ന് ഇനി ആർക്കെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ച് അപ്പൊ എല്ലാവരും ഓക്കെ ആണെന്ന് പറയുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇതുവരെ അങ്ങനെയായിരുന്നാണ് എന്റെ വിശ്വാസം. ആണോ? അല്ലേ? ആണോ? യെസ്. സോ അപ്പൊ നമ്മൾക്ക് സംശയമില്ല. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് സംശയമായിട്ട് ഉദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി എന്താ പറയാ, വേറെ ഏതെങ്കിലും രീതിയിലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ളതാണെങ്കിലും അത് പറയുക. സ്പീഡിന്റെ കാര്യം ഞാനിപ്പോ എന്താ പറയാ കാര്യം പറഞ്ഞാൽ നിങ്ങള് അശ്വതി അല്ലേ, അശ്വതി മിസ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അവിടെ ഞാനൊന്ന് ചോദിക്കാം, ഇത്തിരി കൂടി ഒന്ന് സ്പീഡ് കുറയ്ക്കാനായിട്ട് പറയാം. ഇംഗ്ലീഷ് അല്ലല്ലോ മറ്റേ സോറി, ശരിയാണ്, അശ്വതി മിസ്സിന്റെ ടോപ്പിക്കാണ്. ഇച്ചിരി സ്പീഡ് എന്ന് പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ അവിടെ സ്പീഡ് ഒരു ഇത്തിരി സ്പീഡ് കുറച്ച് പറയാൻ പറയുമ്പോ അവർ പറയണമുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാനും കൂടി ടീച്ചറിനോട് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ബാക്കി വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും? ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ചോദിക്കുക, അന്വേഷിക്കുക എന്നുള്ളത് എന്റെ ഒരു ഡ്യൂട്ടി ആയതുകൊണ്ടാണ് ഞാനത് ചോദിച്ച് മനസ്സിലാക്കുന്നത് നിങ്ങളോട്. നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതും കൂടി എന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഐ ഹാവ് ടു ഡു മൈ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അത് തീർക്കാതെ എന്തെങ്കിലും ടോപ്പിക്കിലേക്ക് എനിക്ക് കിടക്കാനും ബുദ്ധിമുട്ടുണ്ട്. സോറി. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ആഫ്റ്റർ ഓൾ ഐ നോ ഐ ഹാവ് ടു കംപ്ലീറ്റ് മൈ ടോപ്പിക്സ്. എന്റെ സമയത്തിന് എന്റെ ടോപ്പിക് തീർക്കണമെന്നും എനിക്കറിയാം, ഭയങ്കര ബോധ്യമുണ്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തേ ഒന്ന് പറയാമോ? മനീഷ ഒന്ന് പറയൂ, എവിടെ വരെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? മനീഷ പറഞ്ഞു നിർത്തിയത് എവിടെയാന്ന് പറയൂ? മനീഷ ഇല്ല? ഇല്ല. ലിജി മോൾ പറയാമോ? ലിജി സൗണ്ട് ഇല്ല. ന്യൂക്ലിയർ മെഡിസിൻ വരെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ന്യൂക്ലിയർ മെഡിസിൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ന്യൂക്ലിയർ മെഡിസിന്റെ നോട്ട്സ് എഴുതിയോ? നമ്മള് നോട്ട്സ് എഴുതിയോ? നോട്ട് എഴുതിയോന്ന് അറിയില്ല. സൗണ്ട് ബ്രേക്ക് ആവണ്ടോ? ഇത്രയും ഒരു 76 സ്റ്റുഡൻസ് ഇവിടെ ഇരുന്നിട്ട് ന്യൂക്ലിയർ മെഡിസിൻ എഴുതിയോ നോട്ട് എഴുതിയോ എന്ന് ചോദിച്ചപ്പോ അതിന് റിപ്ലൈ ഇല്ലല്ലോ. ന്യൂക്ലിയർ മെഡിസിന്റെ ഒക്കെയാണ് നമ്മൾ എഴുതി. അത്രയും വരെ എഴുതി എന്നാണ് പറയുന്നത് ന്യൂക്ലിയർ മെഡിസിനില് അല്ലെ? ലിംഫോമാസ് അത് എഴുതിയോന്ന് പറഞ്ഞേ. ലിംഫോമാസ് എഴുതിയോ? ഇല്ല മാഡം. ഇല്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഹെഡില് എന്താ എഴുതിയെന്ന് ഒന്ന് ഇങ്ങോട്ട് പറയും, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എഴുതി. എന്റെ ക്ലാസ്സിന്റെ ലാസ്റ്റ് നമുക്ക് എഴുതി ഫുൾ എഴുതാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതുവരെ അത് ആ എളുപ്പമുള്ളത് ചെറിയ ടോപ്പിക് വേഗം എഴുതാൻ പറഞ്ഞത്. സോ ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് അതിനകത്ത് എഴുതാൻ അതങ്ങനെ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. എഴുതിക്കോ. റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ്. റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ്. റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ് ഒരു ഹൈഫനേറ്റഡ് എഴുതാം. മെഡിസിനൽ റേഡിയോ കോമ്പൗണ്ട്സ്. മെഡിസിനൽ റേഡിയോ കോമ്പൗണ്ട്സ്.
are a group of pharmaceutical drugs. Are a group of pharmaceutical drugs containing radioactive isotopes. Radioactive isotopes. Containing radioactive isotopes. Next one is hyperthyroidism. Hyperthyroidism. വേർഡ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളുടെ ആ നോട്ടിൽ അവിടെ ഉണ്ട്. ആ നോട്ടില് നോക്കി അതിന്റെ ഒരു ഹാഫ് പോർഷനിൽ നമ്മളുടെ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഏകദേശം പകുതി ഭാഗത്ത് അവിടെ കിടക്കുന്നുണ്ട്. ആ വേർഡ് തെറ്റിക്കാതെ, സ്പെല്ലിംഗ് തെറ്റിക്കാതെ എഴുതുക. ഹൈപ്പർ തൈറോയിഡിസം. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. The situation when thyroid gland produces too much of thyroid hormones. Thyroid gland produces too much of hormones. Too much of thyroid hormones. Full stop. It is also called overactive thyroid. It is also called overactive thyroid. It shows many symptoms like symptoms. Symptoms like weight loss. Hyperthyroid വരുമ്പോഴാണ് weight loss. Hand tremors. TREMOURS. Tremors. Irregular heartbeat, etc. റെഗുലർ അല്ലാത്ത ഹാർട്ട് ബീറ്റ്. ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസം കൊണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് മനസ്സിലായോ? അപർണ ഒന്ന് പറയാമോ എന്താണ് ഹൈപ്പർ തൈറോയിഡിസം? അപർണ ഉണ്ടാവുള്ളൂ. അപർണ ഒന്ന് പറയൂ, എന്താണ് മനസ്സിലായത്? കംപ്ലീറ്റ് എഴുതിയില്ല, എന്തോ കംപ്ലീറ്റ് ആക്കി എഴുതിയിട്ടില്ല, കേൾക്കാതുണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട്. അയ്യന ഒന്ന് പറയാമോ എന്താണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് എഴുതി വെച്ച നോട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? തൈറോയ്ഡ് ഹോർമോണിന്റെ അധികമായ അവസ്ഥയില് ഉണ്ടാകുന്നു. തൈറോയ്ഡ് ഹോർമോൺ അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തൈറോയ്ഡ് ഗ്ലാൻഡുകൾ. തൈറോയ്ഡ് ഗ്രന്ഥികൾ അമിതമായ തൈറോയിഡിന്റെ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ. അതിനെയാണ് നമ്മൾ തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിക്കുക. ആൻഡ് വാട്ട് ആർ ദി സിംപ്റ്റംസ്? അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹാൻഡ് ട്രെമേഴ്സ്, ഇറഗുലർ ഹാർട്ട് ബീറ്റ്. വെരി ഗുഡ്. ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആക്കുക. ഹാൻഡ് ട്രെമേഴ്സ്, എന്താ പറയാ, നമ്മളുടെ കൈ വിറയ്ക്കുക. അതുപോലെ തന്നെ വെയിറ്റ് കുറയുക ഭയങ്കരമായിട്ട്. ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിനിൽ നമുക്ക് എഴുതാനുണ്ടായിരുന്നത്. സ്പെക്റ്റിന്റെയും പെറ്റിന്റെയും എക്സ്പാൻഡഡ് ഫോം, അതിന്റെ ഫുൾ ഫോംസ് പഠിക്കാനായിട്ട് പറയാനായിട്ടും മറക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് വൺ ഓങ്കോളജി ആണ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. എന്താണ്? ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദിസ് ഡിപ്പാർട്ട്മെന്റ് മെന്റ് ഫോർ? നമ്മൾ എല്ലാത്തിന്റെയൊക്കെ ഷോർട്ട് നോട്ട് പോലെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്? which treats all kinds of cancers, and also it provides some special range of chemotherapy treatment and also radiotherapy. അതായത് നമ്മളുടെ പലതരത്തിലുള്ള ക്യാൻസറുകൾക്ക് വേണ്ടിയിട്ടുള്ള
ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഇതിനകത്ത് കീമോതെറാപ്പി ഉൾപ്പെടുന്നുണ്ട്, റേഡിയോതെറാപ്പി ഉൾപ്പെടുന്നുണ്ട്, അതായത് ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് ഒക്കെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ക്യാൻസറസ് ട്യൂമേഴ്സ് എന്ന് പറയുന്നത്? അതായത് ട്യൂമർ എന്ന് പറഞ്ഞാൽ മുഴ എന്നാണ്. അപ്പൊ ഈ മുഴകള് എല്ലാം തന്നെ എന്താ പറയാ ക്യാൻസർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ചിലതൊക്കെ മുഴകൾ എന്താകാം ക്യാൻസർ സ്റ്റേറ്റ്, അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ വെദർ ഇറ്റ് ഈസ് ഹാർംഫുൾ ഓർ നോട്ട് എന്ന് മനസ്സിലാകുള്ളൂ അല്ലെ. അത് ഉപദ്രവകാരിയായിട്ടുള്ള എന്താ പറയാ ട്യൂമർ ആണോ അല്ലയോ എന്നൊക്കെ ടെസ്റ്റിങ്ങിലൂടെയാണ് മനസ്സിലാക്കുക. സോ ഏത് രീതിയിലുള്ളതായാലും ഇപ്പൊ ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്താലേ മനസ്സിലാകുള്ളൂ. സോ ദാറ്റ് അതും ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. വെദർ ട്യൂമർ ഈസ് എ ഹാർംഫുൾ വൺ ഓർ വെദർ ഇറ്റ് ഈസ് നോട്ട് ഹാർംഫുൾ ഫോർ അവർ ബോഡി. നമ്മുടെ ശരീരത്തിന് ഹാർംഫുൾ അല്ല എന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് ആണോ എന്ന് മനസ്സിലാക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ടെസ്റ്റുകളിലൂടെയൊക്കെ നടത്തി റേഡിയോ തെറാപ്പിയും കീമോതെറാപ്പിയും പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം ഓൾ ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ എന്താ പറയാ ചിലപ്പോ ഒറ്റ നോട്ടത്തിലോ അല്ലെങ്കിൽ ഒറ്റ എന്താ പറയാ കൺസൾട്ടേഷൻ കൊണ്ടോ ഒന്നും പേഷ്യൻസിന്റെ പ്രോബ്ലങ്ങൾ അണ്ടർസ്റ്റാൻഡ് ഒരു ഡോക്ടേഴ്സിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ മാത്രമല്ല ഡോക്ടേഴ്സ് ഈ പറയുന്ന സെഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ദേ ക്യാരി ഓൺ ദ ട്യൂമർ റിമൂവൽ, അതായത് ബൈസെക്ടേഴ്സ് ഓഫ് ട്യൂമേഴ്സ്, നമ്മുടെ ശരീരത്തിന് ഹാർംഫുൾ ആണോ അല്ലയോ എന്നൊക്കെ നോക്കി അത്തരം ട്യൂമേഴ്സിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ചിലതിനെയൊക്കെ റിസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പറയാ അതിനെ ഉടച്ചു കളയുന്നതും കരിയിച്ചു കളയുന്നതും അത്തരം പ്രൊസീജിയേഴ്സും നമ്മുടെ ഡോക്ടേഴ്സ് ഈ ഒരു വിഭാഗത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ ഓങ്കോളജിക്ക് പ്രധാനമായിട്ടും 2-3 ഏരിയാസ് ഇവിടെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള ഓങ്കോളജിയുടെ അതായത് അക്കോർഡിംഗ് ടു ദ ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ്, അവിടെ എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റിലൂടെയാണ് അത്തരം ക്യാൻസേഴ്സ് മാറ്റുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ 3 മേജർ ഏരിയ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓങ്കോളജിനെ. ദാറ്റ് ആർ മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. ഏതൊക്കെയാണെന്നൊക്കെ? മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇത് 3ഉം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. ബിക്കോസ് ഇൻ മെഡിക്കൽ ഓങ്കോളജി, ആദ്യത്തേത് മെഡിക്കൽ ഓങ്കോളജിയാണ്. ഹിയർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ഈസ് മെയ്ഡ് ബൈ പ്രൊവൈഡിങ് സം മെഡിസിൻസ് ആൻഡ് ഇൻക്ലൂഡിംഗ് ദെയർ കീമോതെറാപ്പീസ്. അതായത് ഇവിടെ മെഡിസിനിലൂടെ മരുന്നുകൾ കൊടുത്ത് അത്തരം ക്യാൻസേഴ്സ് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കറിയാം ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് അങ്ങോട്ട് വന്ന് പെട്ടെന്ന് രോഗി മരിക്കുകയല്ല ചെയ്യുക അല്ലെ. ആൻഡ് ഇതിന് ഒത്തിരി സ്റ്റേജസ് ഉണ്ട്. ഫ്രം ദ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഇഫ് യു ആർ ഐഡന്റിഫൈങ് ദ ക്യാൻസർ, ആ ക്യാൻസർ എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് എന്താ പറയാ നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ബൈ ക്യൂറിങ് മെഡിസിൻസിലൂടെ കീമോതെറാപ്പിയിലൂടെ അത് മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ തടഞ്ഞ് നമ്മുടെ ആയുർദൈർഘ്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ പറ്റും. അതർവൈസ് നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല, ഐഡന്റിഫൈ ചെയ്തില്ല, കുറെ ലാസ്റ്റ് സ്റ്റേജ് വരെയൊക്കെ നമ്മൾ ചില സ്ഥലങ്ങളിലുള്ള വേദനകള് ചില മുഴകള് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും സാരമില്ല അത് മാറിക്കൊള്ളുന്നൊക്കെ പറഞ്ഞ് വെറുതെ കുറെ ബാമൊക്കെ പരട്ടി അങ്ങനെയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഡോക്ടേഴ്സ് ആകുമല്ലോ പല കാര്യങ്ങൾക്കും. അപ്പൊ അങ്ങനെയൊക്കെ അത് നടന്നു. പക്ഷേ ഡേ ബൈ ഡേ ഈ പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി എടുത്തില്ല അല്ലെങ്കിൽ ഇത് എന്താണെന്ന് അറിയാതെ നമ്മൾ അതുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ദ സിറ്റുവേഷൻ വിൽ ബിക്കം വേഴ്സ് അല്ലെ. ആ അവസ്ഥ വളരെ മോശം സിറ്റുവേഷൻസിലേക്ക് പോകും. ആൻഡ് അത് ഒത്തിരി സ്റ്റേജസ് പിന്നിട്ടിട്ടുണ്ടാകും. സോ ദാറ്റ് അത്തരം സ്റ്റേജ് ഒത്തിരി കവർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ക്യൂർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെയധികം കുറയും. ആൻഡ് ഇറ്റ് മേ കോസ് ഡെത്ത്, അത് മരണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ ആസ് സൂൺ ആസ് പോസിബിൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ പലപ്പോഴും എന്താ പറയാ സ്വന്തമായി ഡോക്ടർ ആകുക എന്നുള്ള ആ ഒരു വിചാരമില്ലേ, അത് നമ്മൾ ഒത്തിരി മാറ്റിക്കളയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതുപോലെയുള്ള സ്വയം ചികിത്സകൾ നടക്കുന്നത് കൊണ്ടായിരിക്കാം കുറച്ച് പരിധി വരെ നമുക്ക് ചില വേദനകളെയും മറ്റുമൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. പക്ഷെ നമ്മളുടെ രോഗം ക്യൂർ ചെയ്യപ്പെടുന്നില്ല. അതെന്താണ് അതിന്റെ കാരണം അങ്ങനെ വീണ്ടും വീണ്ടും വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ എങ്ങനെ സ്വയമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അത്തരം പ്രശ്നങ്ങളിലേക്ക് പോവുക. അപ്പൊ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തും കീമോതെറാപ്പി കൊടുത്തും മാത്രം ആണ് ക്യാൻസേഴ്സ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് നമ്മളുടെ ഇതിൽ വരിക, മെഡിക്കൽ ഓങ്കോളജിയിൽ വരിക. സോ അടുത്തത് അപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. സർജിക്കൽ ഓങ്കോളജി അപ്പൊ എന്തായിരിക്കും? ആ വേർഡിൽ തന്നെയുണ്ട് എന്താ,
സർജിക്കൽ ആസ്പെക്ട് കൂടി നമ്മുടെ ഈ പറയുന്ന ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിൽ വരുന്നുണ്ട്. അപ്പൊ സർജിക്കൽ ആസ്പെക്ട് കൂടി ചേർത്ത് വരുന്ന നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെന്റ് വിച്ച് ഈസ് ഇൻക്ലൂഡിംഗ് ബയോപ്സി ആൻഡ് സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, ട്യൂമറുകളൊക്കെ ഉടയ്ക്കുന്നത്, ബയോപ്സിക്ക് അയക്കുന്നത്, ഇതുൾപ്പെടെയുള്ള സർജറി ആസ്പെക്ട് കൂടി കവർ ചെയ്യുന്ന മേഖലയാണ് സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പം മെഡിക്കൽ ഓങ്കോളജി മെഡിസിൻസിലൂടെ കീമോതെറാപ്പിയിലൂടെ മാത്രമാണ് ഭേദമാക്കുന്നതെങ്കിൽ സർജിക്കൽ ഓങ്കോളജിയിലെ സർജിക്കൽ ആസ്പെക്ട്സ് വിച്ച് ഈസ് ഇൻക്ലൂഡിംഗ് ബയോപ്സി ആൻഡ് റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ രണ്ടാണ്. ഓങ്കോളജിയിലെ ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ്. പക്ഷെ ഈ ട്രീറ്റ്മെന്റ് നമ്മൾ ഓർക്കണം, ഇവിടെ കിട്ടുന്ന ട്രീറ്റ്മെന്റുകൾ അക്കോർഡിംഗ് ടു ദ സ്റ്റേജസ് ഓഫ് അവർ ക്യാൻസർ, ആ രോഗത്തിന്റെ സ്റ്റേജുകൾ മനസ്സിലാക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ബിഗിനിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മെഡിക്കൽ ഓങ്കോളജിയിൽ വെച്ചിട്ട് നമ്മളുടെ കാര്യങ്ങൾ തീർത്ത് നമുക്ക് അതിൽ നിന്ന് ക്ലിയർ ആവാം. ഓക്കെ, ഇനി അതിന്റെ അടുത്ത സ്റ്റേജും കഴിഞ്ഞു, ആ സ്റ്റേജ് കഴിഞ്ഞു, അടുത്ത ലെവലിലേക്ക് പോയി. സോ സർജറീസ് വേണ്ടി വരും, അത് റിമൂവ് ചെയ്ത് കളയാനും അതുപോലെ തന്നെ ബയോപ്സിക്ക് അയച്ച് നമുക്ക് മനസ്സിലായല്ലോ. ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ആണ്, ക്യാൻസർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ്. ബയോപ്സി എന്ന് കേട്ടിട്ടില്ല? ബയോപ്സി എന്ന് കേട്ടിട്ടില്ല? ക്യാൻസറിന്റെ ടെസ്റ്റ് ആണ്. ഇതൊക്കെ റെഗുലർ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ. ഓക്കെ, അപ്പൊ ബയോപ്സി എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻസർ ടെസ്റ്റ് ആണ്. നമ്മുടെ വയറിനകത്തോ അവിടെ എവിടെയൊക്കെ കാണുന്ന ഇത്തരം മുഴകൾ റിമൂവ് ചെയ്തിട്ട് അപ്പൊ തന്നെ എടുത്ത് കളയല്ല ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ബി സെൻഡ് ഫോർ ബയോപ്സി. ഇത് ടെസ്റ്റ് ചെയ്യണം വെദർ ഇറ്റ് ഈസ് ഹാർംഫുൾ. ആ ഒരു മുഴ, ആ ട്യൂമർ അത് നമ്മുടെ ശരീരത്തിന് ഹാർംഫുൾ ആണോ? ഹാർംഫുൾ ആണെന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഇറ്റ് ഇസ് ക്യാൻസർ ആണ്. അപ്പൊ ബയോപ്സി ചെയ്താൽ ആ ഒരു റിസൾട്ടിൽ നിന്നാണ് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സർജറിയിലൂടെ അത് പുറത്തെടുക്കുന്നു, അത് ബയോപ്സിക്ക് സെൻഡ് ചെയ്യുന്നു, അത് ഹാർംഫുൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനും അതുപോലെ റിസെക്ട് ചെയ്യാൻ, അല്ലാത്തതാണെങ്കിലോ വലിയ കുഴപ്പമൊന്നുമില്ല അത് ഉടച്ചോ വെച്ചോ എടുത്ത് കളയാനും റിമൂവ് ചെയ്ത് കളയാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്ന വിഭാഗം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റേഡിയേഷൻ ഓങ്കോളജിയാണ്. എന്താ റേഡിയേഷൻ ഓങ്കോളജി? ഹിയർ റേഡിയേഷൻ തെറാപ്പിയാണ് ഉപയോഗിക്കുക. അതായത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈ എനർജി റേഡിയേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യും. എന്ന് വെച്ചാൽ റേസ് ആണ്. റേ മീൻസ് എന്താ? രശ്മിയാണ്. അതായത് ഒരു എന്താ പറയാ, ഹൈ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഹൈ എനർജി ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഈ പറയുന്ന റേഡിയേഷൻസ് ശരീരത്തിലേക്ക് കടത്തി വിടുന്നു. അത് എന്തിനു വേണ്ടിയിട്ട്? ടു കിൽ ദ സെൽസ് ഓഫ് ക്യാൻസർ. അല്ലെ, എന്താ? ടു കിൽ ദ ക്യാൻസർ സെൽസ്, അതായത് നമ്മളുടെ ക്യാൻസറിന്റെ സെല്ലുകളെയൊക്കെ കരിയിച്ച് കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനൊക്കെ കരിയിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഹൈ എനർജി ആയിട്ടുള്ള റേഡിയേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുക. അതിനെയാണ് എന്താ പറയാ നമ്മള് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് അതിനകത്ത് വേണ്ടി മാത്രമാണ്, അതിനു വേണ്ടിയിട്ട് കെയർഫുള്ളി അതിനു വേണ്ടിയിട്ട് മാത്രം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ ഡോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ എനർജി ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുക. ഈ റേ ശരീരത്തിലേക്ക് കടത്തിവിട്ട് ആ ശരീരത്തിന്റെ എവിടേക്ക് ഭാഗത്താണോ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന സെൽസ് ഉള്ളത് ആൻഡ് ഇതിനെയൊക്കെ കില്ല് ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു വിഭാഗം. അതുകൊണ്ടാണ് ഇത് റേഡിയേഷൻ, ആ വേർഡിൽ തന്നെയുണ്ട്, റേഡിയേഷൻ തെറാപ്പിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ടാർഗറ്റഡ് ഓൺ ഹൈ എനർജി റേഡിയേഷൻ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ടു കിൽ ദ ക്യാൻസർ സെൽസ്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്യാൻസർ, അതായത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച്. ഓൾ കൈൻഡ്സ് ഓഫ് ക്യാൻസേഴ്സ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇൻക്ലൂഡിംഗ് കീമോതെറാപ്പി ആൻഡ് റേഡിയോതെറാപ്പി ഉപയോഗിക്കുന്നുണ്ട് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ഈ പറയുന്ന ക്യാൻസേഴ്സ് അല്ലെങ്കിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല ഡോക്ടേഴ്സ് അവർ കെയർഫുള്ളി അവര് നമ്മുടെ ട്യൂമർ റിമൂവ് ചെയ്യാനും അത് ബയോപ്സിക്ക് അയക്കാനും വെദർ ഇറ്റ് ഈസ് ഹാർംഫുൾ ഓർ നോട്ട് എന്ന് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യാം. അപ്പൊ അവര് റെഫർ ചെയ്ത് നോക്കണം, പഠിക്കണം ഇതിനെ കുറിച്ച്. അപ്പൊ ഏത് ഭാഗത്താണ് ഓക്കെ ഇതെടുത്തു റിമൂവ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ, അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതിന്റെ ബേസിസിൽ ഈ പറയുന്ന ഓങ്കോളജിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ, സർജിക്കൽ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന 3 ഏരിയാസ് ആണ് നമ്മുടെ ഓങ്കോളജിയിൽ കവർ ചെയ്യുന്നത്. മറക്കണ്ട, ഇത് മൂന്നും എന്താണെന്ന് സെപ്പറേറ്റ് മനസ്സിലാക്കി വെക്കണം. മെഡിക്കൽ ഓങ്കോളജിയിൽ മെഡിസിൻസും കീമോതെറാപ്പിയും മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു. സർജിക്കൽ ഓങ്കോളജിയിൽ എന്താ പറയാ സർജറി ട്രീറ്റ്മെന്റും ഒപ്പം തന്നെ ബയോപ്സി, റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ് അത് നടക്കുന്നു. റേഡിയേഷൻ ഓങ്കോളജിയിൽ റേഡിയേഷൻ ആണ് ചെയ്യുന്നത്. ഹൈ ഡോസ് ആയിട്ടുള്ള എനർജി റേഡിയേഷൻ കടത്തിവിട്ട് ടു കിൽ ക്യാൻസർ സെൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റേഡിയേഷൻ ഓങ്കോളജി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും?
മനസ്സിലായല്ലോ? ഇവിടെ ഒന്നും നമുക്ക് എടുത്ത് പറയാൻ വേറെ വാക്കുകളോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ എക്സ്ട്രാ നോട്ട്സ് ഒന്നുമില്ല. ഐ എം മൂവിംഗ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുകയാണ്. ക്ലിയർ ആയെന്നാണ് എല്ലാവരും പറഞ്ഞേക്കണേ. അപ്പൊ ഒഫ്താൽമോളജി ആണ്. ക്ലിയർ ആയോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്ക് ക്ലിയർ ആയോ എന്നല്ല കേട്ടോ നമ്മൾ ചോദിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലായോ എന്ന് തന്നെയാണ്. സോ ഇഫ് യു ഡിഡ്ന്റ് മേക്ക് ഇറ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ടു യു, നിങ്ങൾ സ്വന്തം അവനവന്റെ കാര്യം അവനവനെ പറയണ്ടേ. എന്റെ കാര്യം ഞാൻ പറഞ്ഞാലേ കാര്യമുള്ളൂ, മറ്റുള്ളവർ പറയുന്നുണ്ടോ അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യം. ഓക്കെ, ഒഫ്താൽമോളജി ആണ്. ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. യെസ്, നമുക്കറിയാം എന്താണ് ഒഫ്താൽമോളജി. ഷോർട്ട് നോട്ടൊക്കെ എഴുതിയവരാ എല്ലാവരും അല്ലെ? ദിൽന, ക്യാൻ യു സേ വാട്ട് ഈസ് ഒഫ്താൽമോളജി? ഒഫ്താൽമോളജി എന്താന്ന് പറയാൻ പറ്റുമോ? ദിൽനയ്ക്ക് പറയാൻ പറ്റുമോ? ദിൽന ഇല്ല? ഓക്കെ, ഐ പ്രോബ്ലംസ്, ഐ ഡിസോർഡേഴ്സിന്റെ അല്ലെ, ഐ പ്രോബ്ലംസ്, ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്. ഓക്കെ, ഗുഡ്. അപ്പൊ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളുടെ ഒഫ്താൽമോളജി. അപ്പൊ അത് നമുക്കറിയാം. പക്ഷെ എന്താണ് ഇനി അതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് അറിയേണ്ട കുറെ കാര്യങ്ങൾ കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രോബ്ലംസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു അവർ ഐ, ഇൻക്ലൂഡിംഗ് അഡൽട്സ്, ചിൽഡ്രൻ, ഹൂവർ മേ ബി, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അഡൽട്സിനും അതുപോലെ തന്നെ കുട്ടികളിലും ഉണ്ടാകുന്ന കണ്ണിന്റെ പല പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി. ആൻഡ് ദേ പ്രൊവൈഡ്, ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസസ്. ഇവരെന്തൊക്കെയാ ചെയ്യുന്നത്, ഇവരെന്ത് സേവനം കൊടുക്കുന്നതെന്നാണ് ഇനി പറയുന്നത്. അതിങ്ങനെ എഴുതിയിട്ടുണ്ട്. ജനറൽ ആയിട്ടുള്ള ഐ ക്ലിനിക് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതായത് നമ്മുടെ കണ്ണിന് സാധാരണ വരുന്ന നോർമൽ ആയിട്ട് കണ്ണിന്റെ പ്രശ്നങ്ങൾക്ക് ഒരുപാടുണ്ടല്ലോ, അതുണ്ട്. പിന്നെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകൾ വേറെയാണ്. അത് അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ലേസർ ട്രീറ്റ്മെന്റ്. അതായത് ലേസർ ട്രീറ്റ്മെന്റ് അല്ലെ, നമ്മൾ ഇന്ന് പരസ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. വിതിൻ 1 hour യു ക്യാൻ റിമൂവ് യുവർ സ്പെക്സ് അല്ലെ, നമ്മുടെ സ്പെക്ടക്കിൾസ് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാര്യവും ചെയ്യാം. നമ്മുടെ എന്താ പറയാ ബെയർ ഐസ് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ കാണാം വ്യക്തമായിട്ട് എന്നുള്ളതിന് 1 മണിക്കൂർ കൊണ്ടൊക്കെ ഉള്ള ചികിത്സകളൊക്കെ കൊടുത്തിട്ടേ കണ്ണിന്റെ പല കാഴ്ചയുമായി ബന്ധപ്പെട്ട സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കൊടുക്കുന്നുണ്ട് ലേസർ ട്രീറ്റ്മെന്റ്സിലൂടെ. അതാണ് ലേസർ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, ലേസർ ട്രീറ്റ്മെന്റ് ആണ്. അതായത് എന്താ പറയാ ലേസർ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ്. ദെൻ ഒപ്റ്റോമെട്രി ഉണ്ട്. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റോമെട്രി അതായത് അതും നമ്മളുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ഒരു ഇതാണ്. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് നമ്മളുടെ ഇതിനകത്ത് കൂടുതലും നമ്മളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന പലതരത്തിലുള്ള അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഡിഫക്റ്റുകളൊക്കെ കണ്ടെടുത്ത് പഠിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രൊഫഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷൻ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒപ്റ്റോമെട്രി. നമ്മുടെ കണ്ണിനുണ്ടാകുന്ന അബ്നോർമാലിറ്റീസ്, ഡിസോർഡേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ഒരു പ്രൊഫഷനാണ് എന്തെന്ന് വിളിക്കാൻ നമ്മൾ ഒപ്റ്റോമെട്രി കേട്ടാ. കണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല, അതിനൊരു പ്രൊഫഷൻ, ഒരു പ്രൊഫഷണലിസം ആണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഓർത്തോപ്റ്റിസ്റ്റ് ഉണ്ട്. ഇതും അതുപോലെ തന്നെ എക്സ്പേർട്ടുകളാണ്. എന്താണ് ഇത്? എന്തിലുള്ള എക്സ്പേർട്ടുകളാണ്? who are diagnosing and treating the defects of eyes and the movements and also the problems that the eye work together. അതായത് നമ്മുടെ കണ്ണിന്റെ പല പ്രശ്നങ്ങളും അതിനകത്ത് ഡിഫക്റ്റുകൾ ഉണ്ട്, കണ്ണിന്റെ മൂവ്മെന്റിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ ഉണ്ട്. പിന്നെ ഇല്ലേ നമ്മുടെ കണ്ണുകൾ രണ്ടും ഓപ്പറേറ്റ്, അതായത് ഫങ്ഷനിങ് പ്രോപ്പർലി, 2 കണ്ണും ഒരേ രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബൈനോക്കുലർ വിഷൻ എന്നാണ്. അതായത് നമ്മളിപ്പോ ഒരു സാധനത്തിലേക്കോ ഒരു വസ്തുവിലേക്കോ എവിടേക്കെങ്കിലും നമ്മൾ ഒരു വിഷൻ പതിപ്പിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകളുടെ ആ ഒരു ഘടനയും ഇതിന്റെ ഐബോൾസ് ഒക്കെ കൃത്യമായിട്ട് ഒരേ രീതിയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കും അല്ലെ. അങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുക. പക്ഷെ ചിലരില് അങ്ങനെ കാണില്ല. അതായത് നമ്മളുടെ കണ്ണുകൾ ആ നോക്കുന്നത് എവിടേക്കാണ് നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിലൊക്കെ ഉണ്ട്. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുക എന്നുള്ളത് ഒരു ഇതാണ്, ഒരു വിഷനാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനോക്കുലർ വിഷൻ. അപ്പൊ ഈ ബൈനോക്കുലർ വിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓർത്തോപിസ്റ്റ് എന്ന് വിളിക്കുക കേട്ടോ. അതിൽ കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിച്ച് ആൾക്കാരാണ്, അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ബൈനോക്കുലർ വിഷൻ മീൻസ് ടു ലുക്ക് സ്ട്രെയിറ്റ്. നമ്മുടെ വിഷൻ കറക്റ്റ് ആക്കുക, സ്ട്രെയിറ്റ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പേർട്സുകളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ പറയുന്ന ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ്, ആ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന അവരുടെ ആ ഒരു വേർഡ് കണ്ടെത്തിയത് ഒരു ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. 2 ഗ്രീക്ക്
സെപ്പറേറ്റഡ് ആയിട്ടുള്ള 2 ഡിഫറെന്റ് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. അതിനകത്തുനിന്ന് അത് ഭാഗിച്ച് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് അത് മീൻ ചെയ്യുന്നത് സ്ട്രെയിറ്റ്, നേരെ, നേരെയുള്ളത് എന്ന് അർത്ഥം വരുന്ന ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും, അതുപോലെ തന്നെ എന്താ പറയാ ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന, അതായത് ഓർത്തോപിസ് ആണ്, അതിനകത്ത് ഒപ്റ്റിക്കോ എന്ന് പറയുന്ന ഒരു വേർഡ്, അത് വിച്ച് ഈസ് റിലേറ്റിംഗ് ടു സൈറ്റ്, നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടത്. അപ്പൊ നേരെയുള്ള കാഴ്ച, അതാണ് ഓർത്തോപിസ് എന്ന് പറയുന്ന ആ പ്രൊഫഷണൽസ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചവരാണ്. അപ്പൊ അത് കറക്റ്റ് ആക്കുന്ന ഒരു എന്താ പറയാ ആളുകളാണ് ആരെന്ന് വിളിക്കുക നമുക്ക് ഓർത്തോപിസ്റ്റ്. നേരത്തെ പറഞ്ഞത് അതല്ല, ഓപ്റ്റോമെട്രി എന്ന് പറയുന്നതും പ്രൊഫഷണൽസ് തന്നെയാണ്. അത് നമ്മുടെ കണ്ണിന്റെ അബ്നോർമാലിറ്റീസ്, ഡിസോർഡേഴ്സ് അതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള സ്പെഷ്യൽ കെയറിംഗ് ഒക്കെ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ടുകൾ, പ്രൊഫഷണൽസിനെയാണ് നമ്മൾ ഒപ്റ്റോമെട്രി എന്ന് വിളിക്കുമ്പോൾ. ഓർത്തോപിസ് എന്ന് പറയുന്നത് ബൈനോക്കുലർ വിഷൻ കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ആ ഒരു വിഭാഗമാണ്. പ്രൊഫഷണൽസിനെയാണ് നമ്മൾ ഓർത്തോപിസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ആ വേർഡ് മീനിങ് എങ്ങനെയാ വന്നതെന്നും അത് പഠിച്ചു വെക്കണം കേട്ടോ. അതിന്റെ മീനിങ് എന്താണ്? ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ്, അതിന്റെ മീനിങ് സ്ട്രെയിറ്റ് എന്നും, ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ്, അതിന്റെ മീനിങ് സൈറ്റ് എന്നും, റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായി ബന്ധപ്പെട്ടത്. അത് മറക്കരുത്, അതൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാകാറുള്ളതാണ്. പിന്നെന്താ? ഒഫ്താൽമിക് ഇമേജിംഗ് ആണ്. അതായത് ചില എക്യുപ്മെന്റുകൾ ഉപയോഗിച്ചിട്ട് സ്പെഷ്യലിസ്റ്റുകൾ അവർ എന്താ പറയുക, നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസ്, നമ്മുടെ കണ്ണിന്റെ ഡീറ്റെയിൽഡ് ഇമേജസ് ചിലപ്പോൾ മോണിറ്ററിലോ ഒക്കെ പതിപ്പിച്ചിട്ട് അതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തി ഐ കണ്ടീഷൻസിന്റെ, ഐയുടെ റേഞ്ചും കണ്ടീഷൻസും ഒക്കെ മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം ചില സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച്. സോ ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില എക്യുപ്മെന്റുകൾ ഉപയോഗിച്ച് കണ്ണിന്റെ പലതരത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഇമേജിംഗിലൂടെ, ഇമേജിംഗ് ടെസ്റ്റ് ആണത്. നമ്മുടെ കണ്ണിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് ഉപയോഗിച്ച് കണ്ണിന്റെ ആ ഒരു ഘടനയൊക്കെ ഇവിടെ പതിപ്പിക്കും, മോണിറ്ററിൽ അത് അവർക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ഡിഫക്റ്റുകളൊക്കെ ഉണ്ടോ, കണ്ടീഷൻസ് ഒക്കെ മോശം, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമുണ്ടോ, അപ്പൊ എന്നിട്ട് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു വിഭാഗം, അതാണ് ഒഫ്താൽമിക് ഇമേജിംഗ്. ഇമേജിംഗ് എന്ന് പറയുന്നതൊക്കെ ഇമേജ് കണ്ടെത്തി, അതായത് ചിലപ്പോ ഈ പറയുന്ന നമ്മുടെ റേസ് ഒക്കെ കടത്തി വിട്ടിട്ട് അതിൽ കൂടിയൊക്കെ നമ്മുടെ മോണിറ്ററിലൊക്കെ പതിപ്പിച്ച് നമ്മുടെ കണ്ടീഷൻസ് ഓഫ് ഐസ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഒഫ്താൽമിക് ഇമേജിംഗ്. അപ്പൊ ഈ ഒഫ്താൽമോളജിയിൽ കണ്ണിന്റെ ഡിസോർഡേഴ്സ് കൂടാതെ ചില സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകളും ഈ പറയുന്ന രീതിയിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ജനറൽ ഐ ക്ലിനിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, കൂടാതെ ലേസർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒപ്റ്റോമെട്രി, അബ്നോർമാലിറ്റീസ് ഓഫ് ഐസ്, ഡിസോർഡേഴ്സ് ഓഫ് ഐസ്, അതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എക്സ്പേർട്ടുകളാണ്, പ്രൊഫഷണൽസ് ആണ്. മറ്റൊന്ന് ബൈനോക്കുലർ വിഷനിലുള്ള പ്രൊഫഷണൽസ് ആണ്, ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത്. ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉപയോഗിച്ച് ഐ കണ്ടീഷൻസ് മനസ്സിലാക്കുന്ന ഇമേജിംഗ് ടെസ്റ്റുകളാണ് ഒഫ്താൽമിക് ഇമേജിംഗ്. സോ വൈഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിട്ടിയോ? എന്താന്നൊക്കെ മനസ്സിലായോ? ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഒഫ്താൽമോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്നും, പിന്നെ ഈ ഓർത്തോപിസ്റ്റ് ആരാണ്, അതുപോലെ തന്നെ ഒഫ്താൽമിക് ഇമേജിംഗ് എന്താണ്, അതുപോലെ ഒപ്റ്റോമെട്രി എന്താണ് എന്ന് അത് എക്സ്ട്രാ നമ്മൾ പഠിച്ചു വയ്ക്കണം. ഒപ്റ്റോമെട്രി ഞാൻ എഴുതരാം, ബാക്കി രണ്ടും അവിടെ എഴുതും. ഒപ്റ്റോമെട്രി മാത്രം നമുക്ക് ഇതിനകത്ത് എഴുതാനുള്ളൂ. ബൈനോക്കുലർ വിഷൻ, ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ഐയുടെ എല്ലാ ഡിഫക്റ്റുകളും, ഐ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അബ്നോർമാലിറ്റീസ്, അതിന്റെ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന എക്സ്പേർട്ട്, അത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവര്. എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെർട്ട് ആകുക എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആകുക എന്ന് പറഞ്ഞാൽ എന്താ? അത് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നാണ് അർത്ഥം, അല്ലെ? അപ്പൊ എക്സ്പേർട്ട്, ഹീസ് ആൻ എക്സ്പേർട്ട് ഇൻ സിംഗിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാടാനുള്ള കഴിവിൽ അവർ ഭയങ്കര എക്സ്പേർട്ട് ആണ് എന്ന് പറഞ്ഞാൽ അവര് പിന്നെ അതില് ഇനി അവർക്ക് വേറെ ഒന്നും അതന്നെ എന്താ വൈദഗ്ധ്യം. ഓക്കെ, അതിന്റെ മലയാളം മീനിങ് അങ്ങനെയാണ്, അതന്നെ വിദഗ്ധരാകുക. ഓക്കെ, അതില് വൈദഗ്ധ്യം നേടിയവര്. അപ്പൊ ഐയുടെ സ്ട്രക്ചർ, ഡിഫക്റ്റുകള്, കണ്ടീഷൻസ് ഒക്കെ പഠിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിവുള്ളവര്, മനസ്സിലായോ? അവരെയാണ് നമ്മൾ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് വിളിക്കുക. ഓർത്തോപിസ്റ്റുകള് ബൈനോക്കുലർ വിഷനിലാണ്. ബൈനോക്കുലർ വിഷൻ ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. അതിപ്പോ നമ്മളില്ലേ ഈ കുട്ടികളില്ലേ, അതിന് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ചെറിയ കുഞ്ഞുവാവകളായിരിക്കുമ്പേ നമ്മള് കുട്ടികളെ എന്തെങ്കിലും ഒക്കെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പൊ നമ്മൾ അവരുടെ തന്നെ, അതായത് ആ കുഞ്ഞിന്റെ ഒക്കെ ചേച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ അധികം വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല,
അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന കുട്ടികളുടെ കുഞ്ഞു പാവകൾ ഇങ്ങനെ കിടക്കുന്ന കുട്ടികളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ കാണിക്കും അല്ലെ. അപ്പൊ ഈ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കാണിക്കും. എന്താ അവർക്കറിയില്ലല്ലോ ഇത് കാണുമോ കൊച്ച് എന്ന്. അതുകൊണ്ട് അവരിങ്ങനെ ഭയങ്കര അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും. അപ്പൊ കൊച്ചു ഇങ്ങനെ നോക്കും അല്ലെ. ഐബോൾസ് രണ്ടൊക്കെ ഇങ്ങനെയൊക്കെ വരും. അപ്പൊ ആ വീട്ടിലെ എന്താ പറയാ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കും അത്ര അടുത്ത് വെച്ച് കാണിക്കില്ലേ കൊച്ചിന്റെ നോട്ടം കണ്ണൊക്കെ അങ്ങനെ ആയിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ. നിങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിലേക്ക്? കേട്ടിട്ടുണ്ടോ? ഇല്ലേ? അല്ലെങ്കിൽ ഞാൻ വെറുതെ പറയുന്നതാണോ? ദൈവത്തിനറിയാം. ഓക്കെ. നമ്മളങ്ങനെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കുഞ്ഞു പിള്ളേര് അപ്പൊ പറയും കണ്ണിന്റെ ആ കുഞ്ഞു വാവന് ജനിച്ച് കുറച്ച് കഴിയുമ്പോ അവരെങ്ങനെയാണോ കുറച്ച് നാളുകൾ വരെ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു ബിഹേവിയർ പിന്നെ കൂടുതലും വലുതാവുമ്പോഴും അങ്ങനെ തന്നെ ആയിപ്പോകും. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി അവരത് കറക്റ്റ് ചെയ്യും. കൊച്ചിനോട് പറയും മോനെ അങ്ങനെ അത്രയും അടുത്തുകൊണ്ടേ കാണിക്കില്ലേ. അപ്പൊ കണ്ണിന്റെ ആ ഒരു ഘടന മാറും. അപ്പൊ അങ്ങനെയുള്ള നോർമാലിറ്റീസ് ഒക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ നോക്കാനായിട്ട് പഠിക്കും. അപ്പൊ കുറച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടൊക്കെ കാണിക്കുക. അപ്പൊ ആ കുട്ടി അത് നേരെ നോക്കാനായിട്ട് പഠിക്കും. അതുപോലെ തന്നെ എങ്ങോട്ടെങ്കിലൊക്കെ നോക്കുമ്പോ കൊച്ചിങ്ങനെ കണ്ണൊക്കെ മാത്രമായിട്ടൊക്കെ തിരിക്കാതെ അങ്ങോട്ടേക്ക് തിരിക്കാൻ ഇങ്ങനെ. അപ്പൊ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ഒരു ഒബ്ജക്റ്റോ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ വിഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ലുക്ക് സ്ട്രേറ്റ്. നമ്മൾ നേരെ നോക്കണം. തന്നെയാണ് ബൈനോക്കുലർ വിഷൻ എന്ന് വിളിക്കാം. അങ്ങനെ ഇല്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. അതൊരു ഡിഫക്റ്റുകൾ ചിലപ്പോൾ ജനിച്ചപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റീസൺസ് കൊണ്ട് ഉണ്ടായതാകാം. സോ ഓൾ ദീസ് ക്യാൻ ബി ക്യൂർഡ് അണ്ടർ ദിസ് ഓർത്തോപെഡിസ്റ്റ്. ഈ പറയുന്ന പ്രൊഫഷണൽസ് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ക്ലിയർ ആയോ? ഇപ്പൊ ഒഫ്താൽമോളജി അടുത്ത ആഴ്ച ഞാൻ വരുമ്പോ പറയുന്നത് അത് ക്ലിയർ ആയില്ല എന്ന്. ഈസ് ഇറ്റ് ക്ലിയർ? അതിനകത്ത് ഒരു പോയിന്റ് എഴുതാനുണ്ട്. ഓക്കെ, അത് ലാസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ ബിറ്റ്വീൻ എഴുതി കഴിഞ്ഞാലേ സമയം പോകും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? അപ്പൊ ഓർത്തോപെഡിക്സ് ആണ്. ഒരു ചെറിയ ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ദ പ്രോബ്ലംസ് വിച്ച് അഫക്ട് ദ മസ്കുലർ സ്കെലിറ്റൽ സിസ്റ്റം. നമ്മളുടെ മസിൽസ്, നമ്മുടെ അസ്ഥികൾ, ബോൺസ്, അതായത് സ്കെലിറ്റൽ എന്ന് പറയുമ്പോൾ സ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഈ മാംസവും ഈ സ്കിന്നും ഒക്കെ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന ബാക്കിയുള്ള ഭാഗം, അതായത് വിച്ച് മേക്സ് അവർ ബോഡി ടു സ്റ്റാൻഡ് സ്ട്രേറ്റ്, അല്ലെങ്കിൽ നമ്മളെയൊക്കെ നിൽക്കാനും അല്ലെങ്കിൽ നമ്മളുടെ കൈയും കാലും ഒക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള മസിൽസും അതുപോലെ തന്നെ ബോൺസും ഒക്കെയാണ്. അപ്പൊ അതില്ലാതെ പറ്റില്ലല്ലോ മനുഷ്യന്മാർക്ക്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡിസീസസ് ബാധിച്ചാൽ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്ഥലമാണ് ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ്, അപ്പൊ ഈ ഓർത്തോപെഡിക്സിൽ ഏതൊക്കെ അവയവങ്ങൾ, ഏതൊക്കെ ഭാഗങ്ങളാണ് ശരീരത്തിലെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ബോൺസ് എന്നാണ് കേട്ടോ, ബോണസ് എന്നല്ല, BONES, ബോൺസ് എന്ന് ഒന്ന് തിരുത്തണേ നോട്ടില്. നിങ്ങളുടെ നോട്ടിൽ അങ്ങനെയാണെങ്കിൽ ബോൺസ് എന്നാണ്, BONES എന്നാണ്. ആ ബോണസ് എന്ന് വിട്ടിടുക കേട്ടോ. എന്നിട്ട് അല്ലെങ്കിൽ യു മാറ്റി അവിടെ ഇ ആക്കാം. തിരുത്തിയില്ല എന്ന് പിന്നീട് പറയരുത്. ഓക്കെ, പിന്നെ ബോൺസ്, പിന്നെ മസിൽസ്, ടെൻഡൻസ്, ഈ എന്താ ചലന ഞരമ്പ്, അതൊക്കെയാണ് ടെൻഡൻസ്. ലിഗ്മെന്റ് നമ്മുടെ മുട്ടിന്റെ എന്താ പറയാ, ഈ മുട്ടിന്റെ ഒരു നീ ക്യാപ്പ് ഉണ്ടല്ലോ, അതിന്റെയൊക്കെ അപ്പുറത്തുപുറത്തൊക്കെ വരുന്ന ലിഗ്മെന്റ് പ്രോബ്ലം എന്നൊക്കെ കേട്ടല്ലേ, ലിഗ്മെന്റിന്റെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ കേട്ടറിയേ. കൂടുതലും സ്പോർട്സിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളിലാണ് അത്തരം ലിഗ്മെന്റ് പ്രോബ്ലംസ് കൂടുതൽ വരിക. ബിക്കോസ് ദേ ഹാവ് ടു മൂവ്, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണം അവരുടെ. അപ്പൊ കാലുകളൊക്കെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ഈ മുട്ട് എന്താ പറയാ, ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുകയോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഈ മുട്ടുകാലൊക്കെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിയോ കളയൊക്കെ ചെയ്യും. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസീസസ് ബാധിക്കും കുറെ കഴിയുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോ. അപ്പൊ അതൊക്കെ പ്രശ്നങ്ങളാകും. അപ്പൊ അത്തരം ട്രീറ്റ്മെന്റുകള്. പിന്നെ റീപ്ലേസിങ് ബോൺസ്, എന്താ റീപ്ലേസിങ് ബോൺ, നമ്മുടെ അസ്ഥികളോ, ഇപ്പൊ ഈ ഹിപ്പ് റീപ്ലേസ്മെന്റ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ ചലന ഞരമ്പ് എന്നാണ് ടെൻഡൻസിന്റെ മലയാളം മീനിങ്. അതൊക്കെ അതിന് വരുന്ന രോഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടുപ്പ് ഭാഗത്തൊക്കെ വലിയ ആക്സിഡന്റ് ഒക്കെ വന്നിട്ട് എന്തെങ്കിലും പറ്റി, അപ്പൊ ചിലപ്പോഴൊക്കെ നമുക്ക് എന്താ പറയാ മരുന്നിൽ മാത്രം ക്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ റീപ്ലേസ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം റീപ്ലേസ്മെന്റുകൾ, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, മുട്ടിന്റെ ചിരട്ടാന്ന് കേട്ടോ, മുട്ടിന് ചിരട്ടാന്നൊക്കെയാണ് പറയാ. അവിടെ എങ്ങനെയൊക്കെയാ പറയുന്നത് എനിക്കറിയില്ല. ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഭാഗം, ചിരട്ട പോലെ തന്നെ നമ്മുടെ മുട്ടില് കാണുന്ന ഭാഗം. ഓക്കെ, അപ്പൊ അത് റീപ്ലേസ് ചെയ്യുന്നത് അതൊക്കെ ഇതിനകത്ത് വരും. അപ്പൊ ഏതൊക്കെയാ? ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ലിഗ്മെന്റ്, replacing bonds like hip replacement,
then kneecap replacements, ഇതൊക്കെയാണ് നമ്മളുടെ ഓർത്തോപെഡിക്സിൽ വരിക. ആൻഡ് ഓൾസോ ഔട്ട് പേഷ്യന്റ് സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വല്ല ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വരുന്ന ഫ്രാക്ചേഴ്സ് ഒക്കെ നമ്മുടെ ശരീരത്തില് കാലോ കയ്യോ ഒടിഞ്ഞു മുറുകി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുമല്ലോ. ആൻഡ് ഓൾസോ ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയിന്റ്സ്, ജോയിന്റ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുക. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഡിസ്ലൊക്കേഷൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? നമ്മള് ജോയിന്റ് ഉണ്ടല്ലോ, ജോയിന്റ് കുഴ തെറ്റുക എന്നിട്ടുണ്ടാവോ? ഇനി കുഴ തെറ്റുക, കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അതില് ഇങ്ങനെ എന്താ പറയാ തെന്നി മാറും. നമ്മള് ഇതൊക്കെ ഇങ്ങനെ ഒരു ജോയിന്റ് പോലെ ഇങ്ങനെ കണക്ട് ചെയ്തൊക്കെ വെച്ചേക്കുന്ന ചില അവയവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തില്. ഈ വിരലിന്റെ ഒക്കെ ഇവിടെ ഇതൊക്കെ ജോയിന്റ് ആണ് അല്ലെ. ജോയിന്റിലാണ് നമുക്ക് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഓടിക്കാനും ഇങ്ങനെ മടക്കാനും ഒക്കെ പറ്റുന്നത് അല്ലെ. അപ്പൊ നമ്മള് ആ ജോയിന്റുകളിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ലൊക്കേഷൻ തെറ്റുക, കുഴ തെറ്റുക. മുട്ടിന്റെ കൈയുടെ കുഴ തെറ്റാറുണ്ട്, ചിലരുടെ ഇവിടത്തെ കുഴ തെറ്റാറുണ്ട്. ഓക്കെ, അതൊക്കെ അങ്ങനെയൊക്കെ ഡിസ്ലൊക്കേഷൻസ് വന്നാലും ഫ്രാക്ചേഴ്സ് ആക്സിഡന്റ്സിലൊക്കെ വലിയ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഫ്രാക്ചേഴ്സ് അതൊക്കെ നമുക്ക് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ക്ലിയർ ചെയ്യുന്നത്. കിട്ടിയോ? എന്താണ് ഓർത്തോപെഡിക്സ് എന്ന് കിട്ടിയോ? ഇനി ഈ ഭാഗത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ? ഇപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റാ നമ്മൾ പറഞ്ഞേ? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു? ന്യൂക്ലിയർ മെഡിസിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അത് ഇന്ന് എടുത്ത ക്ലാസ് അല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയും ചോദിക്കുകയും എല്ലാവർക്കും ക്ലിയർ ആയോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് മൂവ് ചെയ്യാറുള്ളൂ. Anyone, if they are asking any doubts, we will be clearing there. അവിടെ തന്നെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഓങ്കോളജി നമ്മൾ പഠിച്ച ഇന്നത്തെ ഡിപ്പാർട്ട്മെന്റ് ഓങ്കോളജി, ഒഫ്താൽമോളജി, ഓർത്തോപെഡിക്സ്. ഇതുവരെയും വലിയ എന്താ പറയാ സംശയമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇനിയും ഇല്ല എന്നാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ പിള്ളേരെ. ഓങ്കോളജി തുടങ്ങി ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ആരത്? ഷിയാസ്. ഷിയാസ് ഉണ്ടോ അവിടെ? ഷിയാസ്, ഒരു മിനിറ്റ്. ഷിയാസ് അവിടെ നോക്കട്ടെ. യെസ് മാം. ഷിയാസ്, എന്താ മനസ്സിലാവാത്തത്? ഇല്ല മാം, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനത് മാം ചോദിച്ചില്ല എന്ന് ഏതൊക്കെ ഭാഗങ്ങൾ. സോറി, ഞാൻ വിചാരിച്ചേ ഇനി അത് മനസ്സിലാവാഞ്ഞിട്ടാണോ അതങ്ങനെ ഇട്ടേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അല്ല, മാം ചോദിച്ചപ്പോ ഏതൊക്കെ ഭാഗങ്ങളാ എടുത്തെന്നുള്ളത്. ഓക്കെ. ഞാൻ പറഞ്ഞേ. അല്ല, വായിച്ചേ ഒന്ന് പെട്ടെന്ന് ഒന്ന് കണ്ടുപിടിക്കുക. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോന്ന് നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് വേഗം പോണം. എന്നാലേ എനിക്ക് നോട്ട് തരാൻ പറ്റുള്ളൂ. ഒരെണ്ണം കൂടി എടുക്കണം. ഇപ്പൊ എടുത്ത ക്ലാസ് സ്പീഡാണോ? അല്ല മാഡം, സ്പീഡിലല്ലല്ലോ എടുത്തത്. ഇത്രയെങ്കിലും സ്പീഡല്ല മാം. ഓക്കെ, അത് ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാത്ത കാര്യമില്ല. അതായത് നമ്മൾ എക്സാമ്പിൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോ ഇത്തിരി സ്പീഡിൽ പോകും. അല്ലാതെ നമ്മള് എന്താ പറയാ ബാക്കി നമ്മുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോ ചിലപ്പോ അതങ്ങനെ അതനുസരിച്ചേ പറയുള്ളൂ. ഓക്കെ, പെട്ടെന്ന് വായിച്ചു നോക്കാം. നമുക്ക് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് കൂടി പറഞ്ഞിട്ട് വേണം. പറഞ്ഞോട്ടെ, അടുത്തത് ചെറിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, പറയാലോ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ബിക്കോസ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്
നമുക്ക് എല്ലാവർക്കും കുട്ടികളൊക്കെ ഉള്ളവരാണ്. അപ്പൊ കുട്ടികളായിരിക്കുമ്പോൾ തുടങ്ങി നമുക്ക് അറിയാവുന്നതും കയറി ഇറങ്ങേണ്ടതുമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇപ്പോഴുള്ളവർക്കും ചിലവർക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് അല്ലെ. ആൻഡ് നിയോനറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹിയർ ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് പ്രൊവൈഡ്സ് ഔട്ട് പേഷ്യന്റ് ആൻഡ് ഓൾസോ ഇൻ പേഷ്യന്റ് കെയർ ഫോർ ദ സിക്ക് ഇൻഫാന്റ്സ് ആൻഡ് ചിൽഡ്രൻ. കുട്ടികൾക്ക്, അതായത് ശിശുക്കൾക്കും കുട്ടികൾക്കും, ശിശുവും കുട്ടിയും വേറെയാണ് കേട്ടോ. ശിശു എന്ന് പറയുമ്പോൾ 2 വയസ്സിൽ താഴെ, അതായത് എന്താ പറയാ, നവജാത ശിശു, അതന്നെ ഇൻഫാൻസ്, അത് ജനിച്ചിട്ട് 2 വയസ്സിനൊക്കെ വരെയുള്ളത് നമുക്ക് ഇൻഫാൻസ് പെടുത്താം. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അബൌവ് ദാറ്റ്, അതിനേക്കാൾ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നിയോനറ്റോളജി എന്ന് പറയുന്നത് എന്താ? പീഡിയാട്രിക്സിനകത്ത് തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ്. ബിക്കോസ് ഹിയർ മെഡിക്കൽ കെയർ ഈസ് എന്താ പറയാ സ്പെഷ്യലി ഗിവൺ ടു ദ ന്യൂ ബോൺ ചൈൽഡ് and especially for children who are by birth they are premature babies എന്ന് പറയാം നമുക്ക്. അതായത് ന്യൂ ബോൺ ആയിട്ടുള്ള പ്രീമെച്യൂർ ബേബീസിനെ സ്പെഷ്യലി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റിനെയാണ് നമ്മൾ നിയോനറ്റോളജി എന്ന് വിളിക്കുക. കാരണം സാധാരണ നോർമൽ സ്റ്റേജിൽ കുട്ടി ജനിക്കുന്നു, ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് നമ്മൾ പീഡിയാട്രിക്സിൽ കൊണ്ടുപോകുന്നു. എന്നാൽ ചില കുട്ടികൾ ജനിച്ചത് തന്നെ ചിലപ്പോ മാസം തികയാതെ പ്രസവിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലെ? നമുക്കറിയാം 9 months 9 എന്താ പറയാ ഡേയ്സ് 9 അങ്ങനെയൊക്കെ പറയുമല്ലോ. 9 മാസം 9 ദിവസം പിന്നെ അഴുകിയ എന്നൊക്കെ പറയുമല്ലോ. അതിന്റെ അപ്പോഴാണ് ഒരു എന്താ പറയാ ഫുൾ കംപ്ലീഷൻ ഓഫ് ഗ്രോത്ത്. നമ്മുടെ കിടക്കുന്ന കുട്ടിയുടെ ആ ഗ്രോത്ത് കംപ്ലീറ്റഡ് ആയിട്ടാണ് കുട്ടി പുറത്തേക്ക് വരിക. പക്ഷേ ഇൻ സം സിറ്റുവേഷൻസ്, ചില സാഹചര്യങ്ങളിൽ ദേ ഹാവ് ടു ഗിവ്, അമ്മമാർക്ക് ചിലപ്പോൾ നേരത്തെ തന്നെ അതിന് ചിലപ്പോൾ പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ചില അസുഖങ്ങളുടെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം, പല പല റീസൺസ് ആകാം. അപ്പൊ അങ്ങനെ ജനിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ പ്രീമെച്യൂർ ബേബീസ് എന്ന് വിളിക്കാം. അപ്പൊ പ്രീമെച്യൂർ ആയിട്ടുള്ള ഇൻഫൻസ് ജനിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി സ്പെഷ്യൽ കെയർ കൊടുക്കണം, വേണ്ടേ? സാധാരണ നോർമൽ സ്റ്റേജില് സമയമൊക്കെ എടുത്ത് പ്രസവിച്ച കുട്ടികളെക്കാൾ കൂടുതൽ കെയർ കൊടുക്കണോ വേണ്ടിയോ? കൊടുക്കണമല്ലോ. കാരണം നമുക്കറിയാം, അങ്ങനെ നമ്മൾ ഒരുപാട് പേരെ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു 2 മാസമൊക്കെ ചിലപ്പോൾ അവരെ എന്താ പറയാ നമുക്ക് അവരെ ഇൻക്യുബേറ്റ് ചെയ്ത് അവർക്ക് ചൂടിലൊക്കെ കിടത്തി അവർക്ക് കൂടുതൽ കെയർ ഒക്കെ കൊടുത്ത് ഒക്കെയാണ് അവരെ പരിചരിക്കേണ്ടത്. കാരണം അവർ അതിന്റെ സമയമായിട്ടില്ല. 2 more months അവിടെ ബാക്കിയായിരുന്നു, 2.5 months ബാക്കിയായിട്ടൊക്കെ മുന്നേ വന്നേക്കേണ്ടതാണ്. അപ്പൊ അതുങ്ങളെ ശരിക്കും നന്നായിട്ട് ചികിത്സിക്കേണ്ടി വരും, ചില സ്പെഷ്യൽ കെയർസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സിലെ ഒരു സബ് ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനറ്റോളജി എന്ന് പറയുന്നത്. ആൻഡ് നിയോനറ്റോളജിക്ക് തന്നെ ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് തന്നെ വേറെയുണ്ട്. അപ്പൊ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ജന്മന അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ they will be treated in intensive care unit, that is called neonatal intensive care unit, NICU എന്നാണ് അതിന്റെ പേര് കേട്ടോ. NICU, neonatal intensive care unit. അപ്പൊ ഇന്റൻസീവ് കെയർ യൂണിറ്റില് സാധാരണ വലിയവർക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് കയറ്റുന്നിടത്ത് ഇതുപോലെയുള്ള ന്യൂ ബോൺ പ്രീമെച്യൂർ ബേബീസിന് എന്തെങ്കിലും ഇൽ ഹെൽത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ സാധാ ICU ഇടില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട്. അതിന്റെ പേരാണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ ഈ പറയുന്ന ന്യൂ ബോൺ ബേബീസിനെ, പ്രീമെച്യൂർ ബേബീസിന് അവർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകും. അവർക്ക് വെയിറ്റ് കുറവായിരിക്കും അല്ലെ, ലോ വെയിറ്റ് ആയിരിക്കും, ബർത്ത് വെയിറ്റ് കുറവായിരിക്കും. പിന്നെ അവരുടെ എന്താ പറയാ റിട്ടാർഡേഷൻ, ഗ്രോത്ത് റിട്ടാർഡേഷൻ, വളർച്ചക്കുറവ്, അതായത് വയറിനകത്തുണ്ടായിരുന്നപ്പോ തന്നെ വളർച്ചക്കുറവ് ഉണ്ടായിരുന്നവരായിരിക്കാം, ബർത്ത് ഡിഫക്റ്റുകൾ ഉള്ളവരായിരിക്കാം. ഇതൊക്കെ ഈ പറയുന്ന കുട്ടികൾക്കുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഈ പറയുന്ന NICU, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടത്തിയിട്ട് സ്പെഷ്യൽ കെയർസ് ഒക്കെ കൊടുത്തിട്ട് വേണം അവരെ പരിചരിക്കാനായിട്ട്. ആൻഡ് ഓൾസോ പീഡിയാട്രിക് സർജറീസ് ആർ ആൾസോ പ്രൊവൈഡഡ് ഇൻ ദിസ് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. പീഡിയാട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളിൽ, ശിശുക്കളിലൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡിസീസസിന് ചിലപ്പോൾ സർജറീസ് ആവശ്യം വരും. അപ്പൊ സർജറീസും ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് അപ് ടു ദ ഏജ് ഓഫ് 15 years, ഏത് വയസ്സ് വരെയാണ്? 15 വയസ്സ് വരെ, 15 years വരെയാണ് ഈ സർജറി പ്രൊസീജിയേഴ്സും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുക. അതിനപ്പോ ആണെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് നമ്മൾ മാറ്റേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അസുഖങ്ങൾ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോൾ അതിന് സർജറീസ് ഇഫ് ഇറ്റ് ഈസ് നെസസറി ക്യാൻ ബി ഡൺ ഇൻ ദിസ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്. ഇതിലാണ് ഈ സർജറി പ്രൊസീജിയേഴ്സ് നടത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത്. പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് കെയർ
കെയർ കൊടുക്കുന്നുണ്ട്. ഇൻഫൻസ് ആൻഡ് ചിൽഡ്രനിലാണ് ഇത് കൊടുക്കുക. നിയോനറ്റോളജി എന്ന് പറയുന്ന ഒരു ഇതിന്റെ ഒരു സബ് സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, വിച്ച് ഈസ് ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ഇൽ ഹെൽത്ത് ഓഫ് പ്രീമച്യൂർ ബേബീസ്, ന്യൂബോൺ ബേബീസ് അല്ലെ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് അവരുടെ ലോ ബർത്ത് വെയിറ്റ്, അതുപോലെ ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, ഇങ്ങനെയുള്ള ബർത്ത് ഡിഫക്ട്സുകളൊക്കെ ആയിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റുകളുണ്ട്. അതിനെ നമ്മൾ നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് വിളിക്കും. സർജിക്കൽ പ്രൊസീജിയേഴ്സ് വിൽ ബി ഗിവൺ അപ് ടു ദ ഏജ് ഓഫ് 15 ഇയേഴ്സും പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഇത്രയും മെയിൻ പോയിന്റുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കിട്ടിയോ എന്താണെന്ന്? ക്ലിയർ ആയോ? ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ഇതിനകത്ത് നമുക്ക് അധികം ഒന്നും എഴുതാനൊന്നുമില്ല. കിട്ടിയെങ്കിൽ നമുക്ക് എഴുതാനുള്ളത് മറ്റേതിനകത്തായിരുന്നു, അതൊന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ വഴി ഞാൻ പറഞ്ഞുതരാം. അത് എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ കുട്ടികൾക്ക് വളർച്ചാക്കുറവുണ്ടാകുക, അതൊക്കെ വരുമ്പോ എന്താ പറയാ, അങ്ങനെയുള്ള കുട്ടികളെയും നമുക്ക് സ്പെഷ്യൽ കെയർസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഒന്ന് വേഗം എഴുതിയെടുക്കാം, അതർവൈസ് നമുക്ക് സമയം കിട്ടില്ല. ഓർ ഒഫ്താൽമോളജി എന്ന് ഹെഡിങ് എഴുതാം, മറ്റേലൊന്നുമില്ല. ഓങ്കോളജിയിലെ നത്തിങ് ടു റൈറ്റ്. ഒഫ്താൽമോളജിയില് ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ താഴെ ഒപ്റ്റോമെട്രി എന്ന് എഴുതാം. ഒപ്റ്റോമെട്രി ഒരു ഹൈഫിനിട്ടിട്ട് എഴുതാം. ഹെൽത്ത് കെയർ പ്രൊഫഷൻ. ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇന്നെടുത്തത് 4 ഡിപ്പാർട്ട്മെന്റുകളാണ്: ഒഫ്താൽമോളജി, ഓർത്തോപെഡിക്സ് ആൻഡ് പീഡിയാട്രിക്സ്. 4 ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആണോ? 4 ഡിപ്പാർട്ട്മെന്റായി 1 മണിക്കൂർ കൊണ്ട് എടുത്ത. യെസ്, ഓക്കെ. ഒപ്റ്റോമെട്രി, health care profession that involves involve കൂടെ ഒരു എസ് കൂടി ചേർക്കാം. involves examining examining eyes, EYES eyes, and the structure, defect structure ഘടന, defect അപാകതകള്, abnormalities of eyes. structure, defects, abnormalities of eyes. കണ്ണിന്റെ ഘടന, കണ്ണിന്റെ പ്രശ്നങ്ങള്, അതുപോലെ അപാകതകള് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതാണ്. അതിനുവേണ്ടിയിട്ടുള്ള പ്രൊഫഷൻ, അതിനെയാണ് നമ്മൾ ഒപ്റ്റോമെട്രി എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ, ബൈനോക്കുലർ വിഷൻ. എന്താണെന്ന് എഴുതാം. ബൈനോക്കുലർ വിഷൻ സ്പെല്ലിംഗ് തെറ്റിക്കരുത്. പറഞ്ഞോട്ടെ, എക്സ്പ്ലനേഷൻ പറഞ്ഞോട്ടെ. ബൈനോക്കുലർ വിഷൻ, ഓക്കെ, എഴുതിക്കോ. ability to maintain visual focus on an object with both eyes. Focus on an object with both eyes, creating a single visual image. ഒരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആ കണ്ണുകളുടെ രണ്ടും ഒരേ വസ്തുവിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒറ്റ ഇമേജ് ആയിട്ട് കാണാൻ. ചിലപ്പോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ രണ്ടായിട്ടൊക്കെ തോന്നും. ഓക്കെ, കണ്ണൊക്കെ ഇങ്ങനെ ഐബോൾസ് ഒക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് രണ്ടായിട്ടൊക്കെ തോന്നും. അതില്ലാതിരിക്കാൻ നോട്ടം നമ്മളെ നേരെ ഉള്ള രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എബിലിറ്റി ടു മെയിൻറ്റെയിൻ visual focus of an object with both eyes. അതെ, കണ്ണ് എന്നൊക്കെ പറയാം. object with both eyes, creating a single visual image. Okay, single visual image. ഇനി അടുത്തത് പീഡിയാട്രിക്സ് എന്ന് ഹെഡിങ് എഴുതണം കേട്ടോ. പീഡിയാട്രിക്സ് അതുകൂടി നമ്മൾ വേഗം എഴുതാം. പീഡിയാട്രിക്സില് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, അത് മുഴുവൻ എഴുതണേ. ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എക്സ്പ്ലനേഷൻ എഴുതി തരാം. അതായത് ഗർഭാവസ്ഥയിലെ
കുഞ്ഞുങ്ങൾക്ക് വളർച്ച കുറവ് കാണിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയാണ് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് വിളിക്കാം. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. എ കണ്ടീഷൻ ഇൻ വിച്ച് ആരെങ്കിലും നോട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അവർക്ക് ഉള്ളവര്. എ കണ്ടീഷൻ ഇൻ വിച്ച് baby doesn't grow to normal weight during pregnancy. പ്രഗ്നൻസി സമയത്ത് കുട്ടിക്ക് ആവശ്യത്തിന് വളർച്ച ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ.